സുഹൃത്തുക്കളെ, നാഗേഷ് എന്നോട് പറഞ്ഞ് ഇവിടെ വന്ന് 2 വാക്ക് പറയണം, പക്ഷെ ഞാൻ കിടപ്പായിരുന്നു. ഇപ്പോഴൊട്ടും ശരിയായില്ല. അപ്പം ചികിത്സയിലാണ്. വളരെ നല്ല രീതിയിലാണ് നാഗേഷ് ഇതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. അതിൽ ചിലതിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു കൂട്ടായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പുരുഷ കേന്ദ്രീകൃതമായ സദസ്സ്, 2 സ്ത്രീകൾ. നമ്മൾ ആരെ കുറ്റം പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്നും പേട്രിയാർക്കിയിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അബോധ മനസ്സിൽ പേട്രിയാർക്കി കിടക്കുന്നുണ്ട്. ഇതിങ്ങനെയേ നടക്കുകയുള്ളൂ. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അംബേദ്കറിനെ കുറിച്ച് വായിക്കാൻ നേരത്തും അംബേദ്കറിനെ മനസ്സിലാക്കാൻ നേരത്തും അംബേദ്കർ ഏറ്റവും കൂടുതൽ ഭയന്നൊരു കാര്യമുണ്ടായിരുന്നു. അംബേദ്കേഴ്സ് ഗ്രേറ്റസ്റ്റ് ഫിയർ എന്ന് പറയും. വാട്ട് വാസ് ദറ്റ് ഫിയർ? ആ ഫിയറാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ്. 2014 ശേഷമാണ് അംബേദ്കർ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങുന്നത്. നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. 2014 ഔട്ട്ലുക്കും ഫ്രണ്ട് ലൈനും ഒക്കെ ഫ്രണ്ട് കവറിൽ അംബേദ്കറിന് ഒരു ഇൻ്റലക്ച്വലായിട്ട് പോർട്രേ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിനു മുമ്പ് അംബേദ്കർ എവിടെയിരുന്നു? നമ്മൾക്ക് സാധാരണ സംഭവിക്കുന്നതാണ് മറവി എന്ന് പറയുന്നത്. പലരെയും നമ്മൾ മറന്നുപോകും. അംബേദ്കറിനെയും നമ്മൾ മറന്നു. അംബേദ്കറിനെ ഉയർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ അംബേദ്കറിനെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ? നമ്മൾ ശത്രു എന്ന് പറയും, പക്ഷെ ആ ശത്രു തന്നെയാണ് മഹാത്മാഗാന്ധി. അംബേദ്കറിനെ അംബേദ്കർ ജി എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ജോൺ ഡ്യൂയിയുടെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റാണ് അംബേദ്കർ. അതുകൊണ്ടാണ് ജോൺ ഡ്യൂയി പറഞ്ഞത് എന്തും ആ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന്. അങ്ങനെയുള്ള അംബേദ്കറിന് സ്വാതന്ത്ര്യം കിട്ടി നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ എത്ര പേര് അംബേദ്കറിനെ ഓർത്ത? 65 ശേഷം എത്രമാത്രം എഴുതപ്പെട്ട അംബേദ്കറിനെ കുറിച്ച്. അതിനെയാണ്, ആ ഒരു സ്പേസിനെയാണ് തട്ടിയെടുത്തത്. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ഇന്ന് പറയുന്ന ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ BJP എന്ന് പറയുന്നൊരു പാർട്ടി തട്ടിയെടുത്തത്. ഒരു വെൽ ഓയിൽഡ് മെഷീൻ എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ RSS എന്ന് പറയുന്നത്. RSSന് ഒരു അജണ്ടയുണ്ട്. മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണ്, RSS അല്ല എന്ന് പറയാൻ നേരത്ത് നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. 1924 തോന്നുന്നു ഹെഡ്ഗേവാർ ഗാന്ധിയെ കാണാൻ പോകും. ഇത് എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഗാന്ധി എല്ലാവരെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഹെഡ്ഗേവാറിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതൊരു ഹിന്ദു സമൂഹമാണ്, ഹിന്ദു രാഷ്ട്രമാണ് നമുക്ക് ആവശ്യം. നിങ്ങളിപ്പോൾ നോക്കണം എത്രമാത്രം പ്ലാൻഡ് ആയിരുന്നു ഈ ഓർഗനൈസേഷൻ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 15, 2025 നമ്മുടെ റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് RSS വിശേഷിപ്പിച്ച എങ്ങനെയാണ്? സന്നദ്ധ സംഘടന. എന്ത് സന്നദ്ധ സംഘടന? ഭീകര സംഘടന, സന്നദ്ധ സംഘടന എന്ന് ഞാൻ പറയും. ഹിസ്റ്ററി മുഴുവൻ നമ്മൾ നോക്കുന്നത് ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആഡ്ജക്റ്റീവ്. എൻ്റെ സുഹൃത്തു കൂടിയായ രാജേഷ് ഇരുമേലി വളരെ കൃത്യമായിട്ട് ഹിറ്റ്ലറിൻ്റെ പുസ്തകത്തെക്കുറിച്ചും പുസ്തകം ഇറങ്ങിയ വർഷത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ് നടപ്പിലാക്കിയത്. ഹിറ്റ്ലർ എന്തൊക്കെ ചെയ്തോ അത് മുഴുവൻ ഇവിടെ ചെയ്ത്
പ്രീത വളരെ രസകരമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യമാണ് ഓർത്ത. കഴിഞ്ഞ ഇലക്ഷൻ, ജനറൽ ഇലക്ഷനിൽ ഈ പാവപ്പെട്ടവരായ ദളിതർ തന്നെയാണ് ഒരു ചുട്ട മറുപടി ഈ ഹിന്ദുത്വവാദികൾക്ക് കൊടുത്തത്. നിഷേധിക്കാൻ പറ്റാത്തതാണ്. അതെന്തായിരുന്നു ആ ചുട്ട മറുപടി അവർ കൊടുത്തത്? അയോധ്യ ഇരിക്കുന്ന, അല്ലെങ്കിൽ രാമന്റെ ക്ഷേത്രം എന്ന് ഇരിക്കുന്ന ഫൈസബാദ് എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിച്ചതാരാ? ദളിതന്. ജനറൽ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ നേരത്ത് എത്ര കണ്ട് അവിടെയൊക്കെ മാറ്റം സംഭവിച്ച്. ഇനി അവര് പറയുന്ന സീതാപൂർ എന്ന് പറയുന്ന സീതയുടെ സ്ഥലത്ത് ആരാ ജയിച്ചത്? BJP-ക്കാരനല്ല. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു മാറ്റം. നമ്മൾ കാണാതെ പോയി. ഈ മാറ്റം ചർച്ച ചെയ്യപ്പെടാതെ പോയി. അതുകൊണ്ട് അവരും നമ്മളും എന്ന് പറഞ്ഞ് അവര് നമുക്ക് മോരും തന്ന്, പായസവും തന്ന്, ഇറച്ചിയും തന്ന്, ബിരിയാണിയും തന്നെന്ന് പറയാൻ നേരത്ത് എവിടെയോ നമുക്കൊരു തെറ്റ് പറ്റുകയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളാണ്, അവരല്ല. ആ വേർതിരിവ് മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റുകാൽ അമ്മച്ചിയുടെ ഇത് വരാൻ നേരത്ത് അവരുടെ അങ്ങനെയുള്ള ആൾക്കാർ, അതിലും ചെറുപ്പക്കാരില്ലേ, കുട്ടികളില്ലേ, കുഞ്ഞുങ്ങളില്ലേ, അവരും ഈ വെള്ളം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എന്തായിട്ട് അതിനെ കാണണം? വേർതിരിവായിട്ട് കാണണം? ഇല്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അംബേദ്കർ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന അവിടെയാണ്. അംബേദ്കർ എന്ന് പറയുന്നത് ആ പേര് പോലും അദ്ദേഹത്തിൻ്റെ ആണോ? അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ആ പേര് കൊടുത്തത് ആരാണ്? എളുപ്പത്തിൽ അറിയാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാ, പ്രിൻസിപ്പളാണ്. അവിടെയാണ് ആ മാറ്റത്തിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത്. കാരണം അന്നുള്ള ആ സമൂഹത്തിൽ മഹർ എന്ന സമുദായത്തിൽ പെട്ട ആളെന്ന നിലയ്ക്ക് അദ്ദേഹം ഒരുപാട് എതിർപ്പുകൾ നേരിട്ടിരുന്നു, അംബേദ്കർ. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോയി. എന്നിട്ട് ആ അംബേദ്കറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിൽ ഡിബേറ്റ്സ് നടക്കാൻ നേരത്ത് അദ്ദേഹം പറയുന്നുണ്ട്, റിസർവേഷൻ കൊണ്ടുവരാൻ നേരത്ത് മഹർ ജാതിക്ക് റിസർവേഷൻ വേണ്ട എന്ന്. എത്ര പേർക്കറിയാം? നമ്മളത് വായിക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്? അവിടെ ഒരു രാജേഷ് എരുമേലി ഒരു കൃത്യമായ ഒരു കാര്യം പറഞ്ഞ, ഭൂലെയുടെ കാര്യം, ജ്യോതി ഭൂലെയെക്കുറിച്ച് പറഞ്ഞു, സാവിത്രി ഭൂലെയെക്കുറിച്ച്. സാവിത്രി ഭൂലയെ നമുക്ക് എത്ര പേർക്ക് അറിയാം? 2 ജോഡി വസ്ത്രവുമായിട്ടാണ് അവർ സ്കൂളിലോട്ട് പോയിരുന്നത്. എന്തുകൊണ്ടാ? ആദ്യം ഉടുത്തുകൊണ്ട് പോകുന്ന ആ സാരി അതിൽ മുഴുവൻ ചെളിയായിരിക്കും. ആ ചെളി തെറിപ്പിക്കുന്ന ആരാ? ഇവിടുത്തെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്, ജാതിവാദികൾ. അപ്പം മറ്റൊരു തുണി വേണം സ്കൂളിൻ്റെ അകത്ത് കയറാൻ നേരത്ത് കുട്ടികളുടെ മുന്നിൽ നിൽക്കാൻ. അത് പൊതിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കൂടെ പോയതാരാ? ഫാത്തിമയെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ സാവിത്രിയെ കുറിച്ച് പറയും, ഫാത്തിമയെ കുറിച്ച് പറയില്ല. നമ്മളാണ് ഓർക്കുക. അവിടെയാണ് നമ്മൾ അംബേദ്കറിനെ വായിക്കേണ്ടത്. നാളെ ഇവിടെ ചർച്ചകൾ നടക്കും യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച്. ആ യൂണിഫോം സിവിൽ കോഡിനെ അംബേദ്കർ എതിർത്തിരുന്നോ? ഇല്ല. ഇത് BJP ഇവിടെ നടപ്പിലാക്കും. പക്ഷേ ഈ സമൂഹത്തിൽ ഒരുപാട് എതിർപ്പുകൾ വരും. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞ്, വിദേശത്തോട്ട് പോകുന്നതിനെ കുറിച്ച്. പണ്ടും വിദേശത്തേക്ക് പോയിരുന്ന് കരീബിയൻ ഐലൻഡ്സിലേക്ക് പോകാൻ നേരത്ത് അവിടെ പോകുന്നവർ വിത്ത് ബാഗ് ആൻഡ് ബാഗേജ് എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട് പോകാൻ നേരത്ത്. വിത്ത് ബാഗ് ആൻഡ് ബാഗേജ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോകാൻ നേരത്ത് സംസ്കാരം എന്ന് പറയുന്നതും ആചാരങ്ങൾ എന്ന് പറയുന്നതും കൂടി ആണ് കൊണ്ടുപോകുന്നത് ആ രാജ്യങ്ങളിലേക്ക്. ഗയാനയിലേക്ക്, ജമൈക്കയിലേക്ക്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക്, ബെലിസിലേക്ക്, ഇങ്ങനെയുള്ള കരീബിയൻ രാജ്യങ്ങളിലേക്ക് പോയി. അവിടെ പോയിട്ട് എന്താ സംഭവിച്ചത്? ജമൈക്കയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം ഇന്ത്യക്കാരെ കൊന്നളഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെയുള്ള കറുത്ത വർഗക്കാരെ കാട്ടും ഈ ഇന്ത്യൻസ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിപ്പോയി.
നമ്മളത് കണ്ടില്ലെന്ന് നടിക്കരുത്. അവിടെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് ചരിത്രം വീണ്ടും തിരിഞ്ഞു വന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അതുപോലെ സുറിനാം, അതുപോലെയുള്ള രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന് ഇന്ത്യൻ വംശജർ നല്ല രീതിയിൽ അവർ ഭരിച്ച്. സിംഗപ്പൂരിൽ പോലും നമ്മളത് കാണാൻ കഴിഞ്ഞു. പ്രസിഡൻ്റായി ഇന്ത്യക്കാർ. അപ്പോൾ അതുപോലെ മാറ്റങ്ങൾ പല സ്ഥലത്തും ഉണ്ട്. ഇത് പറയാൻ നേരത്ത് നമ്മൾ പറയാതെ പോകുന്നതും വേറൊരു കാര്യവും കൂടെ ഉണ്ട്. എന്താണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, സ്വീഡനിലൊക്കെ സംഭവിക്കുന്നത്? അംബേദ്കർ ആഗ്രഹിച്ച ഒരുപക്ഷെ അതുപോലുള്ള ഒരു സിസ്റ്റമാണെന്നാണ് ഞാൻ വായിച്ചത്, ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇന്നും അത് നിലനിൽക്കുകയാണ് അവിടെയൊക്കെ. പക്ഷെ അവിടെ എന്താ സംഭവിച്ച പിൽക്കാലത്ത്? ചില ആൾക്കാർ ഇവിടെ നിന്ന് പോയപ്പോൾ അവർ ചില കാര്യങ്ങളുമായിട്ട് അവിടെ പോയി. അവിടെ രണ്ട് കൈയും നീട്ടിയാണ് ഇമിഗ്രൻസിനെ സ്വീകരിച്ചത് ആ രാഷ്ട്രങ്ങൾ. സിറിയയിൽ നിന്ന് വന്നവരായാലും യമനിൽ നിന്ന് വന്നവരായാലും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ അവരെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത സൗദി അറേബ്യയും മറ്റും ഉണ്ടായിരുന്നു. കണ്ടില്ലെന്നടിക്കരുത്. സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ഈ ആൾക്കാർ അവിടെ ചെന്ന് സ്വീഡനിലും ഡെൻമാർക്കിലും ചെന്നിട്ട് ചെയ്തതെന്താ? അവർ പറഞ്ഞ് ഇത് ഞങ്ങളുടെ മതമാണ്, മതത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ആ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, തീവയ്പുണ്ടായി. അവസാനം ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസം നിലനിൽക്കുന്ന ഈ രാജ്യങ്ങൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഒരു യൂണിഫോം സിവിൽ കോഡിലാണ് വിശ്വസിക്കുന്നത്. അതിന്നും നിലനിൽക്കുന്നത്. അവരിന്നും ചെക്സ് ആൻഡ് ബാലൻസിലൂടെ ഇതുപോലുള്ള ശക്തികൾ, ഫാർ റൈറ്റ് എന്ന് പറയും, ഈ ഫാർ റൈറ്റ് ജർമ്മനിയിൽ വന്നിട്ടുണ്ട്. ആ ഫാർ റൈറ്റ് വരാൻ അനുവദിക്കാതെ തടയിടുന്നുണ്ട്. അങ്ങനെ ഫാർ റൈറ്റ് AFDക്ക് ജർമ്മനിയിലും ഒരു അകൽച്ചയുണ്ടായി, സ്വീഡനിലും അകൽച്ചയുണ്ടായി, ഫിൻലൻഡിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട്. ഫിൻലൻഡിൽ വന്നപ്പോൾ അവർ എന്താ ചെയ്തത്? പാഠ്യപദ്ധതി മുഴുവൻ മാറ്റാൻ ശ്രമിച്ച് ഇവിടെ ഉള്ളതുപോലെ. അപ്പോഴാണ് ഫിൻലൻഡിൽ നിന്നൊരു ഡെലിഗേഷൻ വന്നപ്പോൾ അവരെ കാണാനും സംസാരിക്കാനും 4 ദിവസം അവരോടൊപ്പം ചിലവഴിക്കാനും ശ്രമിച്ച അവരും പറഞ്ഞത് ആ രാജ്യങ്ങളിലൊക്കെ പബ്ലിക് എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ്, ഫ്രീയാ. അങ്ങനെയാണ് അവരെ സമൂഹത്തെ നിലനിർത്തുന്നത്. പബ്ലിക് എഡ്യൂക്കേഷനും ആരോഗ്യവും ഫ്രീയാ. ഇവിടെ നമ്മൾ ഓരോ വാദങ്ങൾ പറയാൻ നേരത്ത് എന്തുകൊണ്ടാണ് നമുക്കൊരു അയ്യങ്കാളിയുടെയോ നാരായണ ഗുരുവിൻ്റെയോ അതുപോലുള്ള ചട്ടമ്പി സ്വാമിയുടെയോ അതുപോലുള്ളവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പുതിയ രീതിയിൽ ഇവോൾവ് ചെയ്യാൻ കഴിയാതെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ യുക്തിവാദത്തെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി ചിലർ. കമ്മ്യൂണിസ്റ്റുകളെന്ന് പറയുന്നവർ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നവർ, അവരോട് എനിക്ക് പുച്ഛമില്ല, ബഹുമാനമാണ്. പക്ഷേ അവരെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവങ്ങളെയും മതത്തെയും കൂട്ടുപിടിച്ചപ്പോൾ യുക്തിവാദികൾ ചുരുങ്ങിപ്പോയില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം യുക്തിവാദികൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ പോയപ്പോൾ ഇവർ നുഴഞ്ഞു കയറി എല്ലാ പാർട്ടികളിലും. RSSകാർ അവർക്ക് എളുപ്പമാണ് എന്തും ചെയ്യാൻ. കോൺഗ്രസ് പാർട്ടിയിലായാലും മറ്റേത് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും RSSകാർ നുഴഞ്ഞു കയറിയാണ് അതിനെയൊക്കെ നശിപ്പിച്ചത്. അവസാനം അവർ നുഴഞ്ഞു കയറിയതാണ് AAPയിൽ. ഞാൻ AAPയുടെ കൂടെ കുറേ നാൾ നടന്നതാണ്. അവസാനം സഹിയിട്ട്, കാരണം അത് വിട്ടുകളയാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് തന്നെയാണ് ജനതാ എക്സ്പെരിമെൻറ്റും തോറ്റുപോയത്. ജയപ്രകാശ് നാരായണൻ 48 ഗാന്ധി മരിച്ച് കഴിയാൻ നേരത്ത് RSSനെ ബാൻ ചെയ്യണം, RSSനെതിരായിട്ട് ശക്തമായിട്ട് സംസാരിച്ച്. പക്ഷെ അതേ JP തന്നെയാണ് പിന്നീട് നമ്മൾ 74 കാണുന്നത് അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് സംസാരിക്കുന്നത്. അവിടെയാണ് JPക്കൊരു തെറ്റ് പറ്റുന്നത്. JP അവർ വഞ്ചിക്കുകയാണ് ചെയ്തത്, RSSകാർ. അപ്പോൾ RSS എന്ന് പറയുന്ന അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, ഒരു അജണ്ടയുണ്ട്. ഇപ്പം സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് കേട്ടാൽ നമ്മളൊക്കെ വീണു പോകും. പക്ഷെ എന്തുകൊണ്ടാ ഇന്നും ബീഹാറിൽ, നിങ്ങൾ ബീഹാറിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബീഹാറിൽ ഇന്നും നിങ്ങൾ പോയാൽ രാവിലെ 3 മണിക്ക് സ്ത്രീകൾ വരിയായിട്ട് റോഡിൻ്റെ മധ്യത്തിരിക്കുന്ന കാണാം. വെളിക്കിറങ്ങാൻ പുരുഷന്മാർ വടിയുമായിട്ട് അവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഇന്നും സംഭവിക്കുന്ന എന്താ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലേ. ഇതാണ് സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞത്.
ഈ സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ ഒന്നുമല്ല, ഇത്രയേ ഉള്ളു, ചിലരെ ഒഴിവാക്കുക. ഹിറ്റ്ലറിൻ്റെ രാജേഷ് എരുമേലി യഥാർത്ഥത്തിൽ പറഞ്ഞ ആ ബുക്കിലുള്ള കാര്യമാണത്. വൃത്തി എങ്ങനെ കൊണ്ടുവരണമെന്നുണ്ട്, ആ വൃത്തിയാണ് നടപ്പിലാക്കിയത്. ഇപ്പൊ SIR വഴി. എന്താണ് SIR? എന്താണ് ഈ SIR എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ SIR എന്താ? ഞാൻ SIRൽ പങ്കെടുത്തില്ല, ഞാൻ വോട്ട് ചെയ്യുന്നില്ല. സൈലൻ്റായിട്ട്, ഇൻവിസിബിളായിട്ട് എങ്ങനെ നമുക്ക് റിഗ്ഗിങ് നടത്താം? സൈലന്റ് ഇൻവിസിബിൾ റിഗ്ഗിങ്, അതാണ് SIR. അതിനപ്പുറം എന്താ? ആ SIR സൈലന്റ് ഇൻവിസിബിൾ റിഗ്ഗിങ് ആണ് വിളിച്ചു പറയാൻ ഒരൊറ്റ നേതാവേ ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ, അത് മമതാ ബാനർജിയാണ്. അവരാണ് ഈ ഒരു ഡെഫിനിഷനും കൊടുത്ത് ഇങ്ങനെ ഒന്ന് കളിയാക്കിയും ഒരു ഒന്നാന്തരം റാലി നടത്തിയത് ബംഗാളിൽ. വേറെ ആരുമില്ല. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആ റിഗ്ഗിങ്ങിൽ SIR എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടരെ ഇങ്ങനെ ഒഴിവാക്കുക എന്ത് എളുപ്പമാണ്. ഇതാണ് ഇവിടെ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും, ഇതുമായിട്ട് മുന്നോട്ട് വരും. ഇതിങ്ങനെ സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന നാഗേഷിനും ഇതിൻ്റെ ഭാരവാഹികൾക്കും നന്ദി പറയും.